ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക്. ഇന്നത്തേത് ഒരു 3 കേക്ക് സെറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഓർഡർ ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈൻസ് ആണ്. അപ്പോൾ നമ്മൾ സാധാരണ ഫോണ്ടൻ വർക്കൊക്കെ ചെയ്യുമ്പോൾ കുറേ ടൈം എടുക്കും. അപ്പോൾ അത് നമുക്ക് ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രിൻ്റ് വെച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള 3 ഡിസൈനാണ് കേട്ടോ കൊടുക്കുന്നത്. ഇത് 1.5 kg ഫിനിഷിങ് ചെയ്തെടുത്തിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊരു സ്പൈഡർമാൻ്റെ തീമിലാണ് ചെയ്യണത്. താഴെ റെഡും മേലെ ബ്ലൂ ചെയ്തിട്ട് ഒരു ഡബിൾ ഷെയ്ഡിലാണ് ചെയ്തേക്കണത്. എന്നിട്ട് ഇത് നമ്മൾ ലേസർ പ്രിന്റിലാണ്. സാധാരണ നമ്മൾ പ്രിൻ്റൊക്കെ എടുക്കുന്ന ഷോപ്പുകളുണ്ടല്ലോ, ഇത് കഴിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ അങ്ങനത്തെ പ്രിന്റ് നമ്മൾ ഒരു ഷീറ്റിൽ സൈസ് പറയാം. ഇപ്പോൾ സൈഡിലുള്ളത് നമുക്ക് ഒരു കേക്കിൻ്റെ ഹൈറ്റ് അനുസരിച്ചിട്ട് 4 അല്ലെങ്കിൽ 5 ഇഞ്ച് അങ്ങനെ ഏകദേശം, ഞാൻ കൂടുതലും സൈഡിൽ വെക്കാനുള്ള അങ്ങനത്തെ ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ എടുക്കുക. ടോപ്പിലുള്ളത് ഒരു 2.5 ഇഞ്ചോ 3 ഇഞ്ചോ പറയാം. അപ്പോൾ ഒരു സൈസ് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നും ആ ഒരു സൈസിൽ തന്നെ ചെയ്തു തരും. അപ്പോൾ സൈഡിൽ വെക്കണത് നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തൊന്ന് വെച്ചാൽ മതി. ടോപ്പിലുള്ളത് ഞാനിവിടെ സ്റ്റിക്ക് ബാക്കിൽ കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് വെച്ചിട്ട് ഇതേപോലെ നമുക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ നമുക്ക് എന്തെങ്കിലും പേരോ എന്തെങ്കിലും സിമ്പിളായിട്ട് ഫോണ്ടൻ വർക്കിൽ കൊടുത്താൽ മതി. അതുപോലെ തന്നെ വേറൊരു ഡിസൈനിൽ വരുന്ന ഒരു കേക്കാണ്. അപ്പോൾ അത് സൈഡിൽ ബ്ലൂവും ടോപ്പിലാണ് റെഡ് കൊടുത്തിട്ട്, അപ്പോൾ ബ്ലൂ വെച്ച് ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് പിന്നെ ടോപ്പിൽ റെഡ് കളർ കൊടുത്തിട്ട് ഒന്ന് ഇതേപോലെ പാലറ്റ് നൈഫ് വെച്ചിട്ട് റൊട്ടേഷൻ കൊടുക്കുക. അതും നമുക്ക് സ്പൈഡർമാൻ്റെ തീമിൽ തന്നെ കേട്ടോ കൊടുക്കേണ്ടത്. അതും പ്രിൻ്റ് എടുക്കുക. ഇപ്പോൾ നമ്മൾ ഈ 2 പ്രിൻറ്റും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ ഷീറ്റിൽ തന്നെ എടുക്കാം കേട്ടോ. ഒരു 50 rupees 100 അതിൻ്റെ താഴെയൊക്കെ ഏകദേശം റേഞ്ചൊക്കെ വരുള്ളൂ. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ എക്സ്ട്രാ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന എക്സ്പെൻസ് എക്സ്ട്രാ ആഡ് ചെയ്യാം. പിന്നെ ഓരോരുത്തർക്കും നമ്മൾ ചെയ്യുമ്പോൾ എക്സ്പെൻസ് നമ്മൾ ഇതുപോലെ കളർ ചെയ്യാനും ഒക്കെ ആയിട്ട് എല്ലാവരും പല പല റേറ്റ് ആയിരിക്കും ഇടുക നമ്മൾ തീം ചെയ്യുമ്പോൾ. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു റേറ്റ് എക്സ്ട്രാ ചാർജ്, ഡിസൈനിങ് ചാർജ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്യാറുള്ളത്. കേക്കൊക്കെ ഫിനിഷായിട്ട് നമ്മൾ കൊടുക്കണതിന് കുറച്ച് മുമ്പ് തന്നെ വെച്ച് കൊടുത്താൽ മതി പ്രിൻ്റ്, കാരണം ഇത് എഡിബിൾ അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ടൈമിൽ വെച്ച് കൊടുത്താൽ മതി. സൈഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് പിന്നെ ടോപ്പിൽ നമ്മളിപ്പോൾ ഓരോ ഡിസൈനും കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുക. ഷീറ്റായിട്ടാണ് നമുക്ക് പ്രിൻ്റ് കിട്ടുക. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ടോപ്പിൽ ജസ്റ്റ് വെച്ച് കൊടുക്കുക. പിന്നെ അതിൽ നെയിം അതുപോലെ തന്നെ ബാക്കിയുള്ള സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മാത്രം ജസ്റ്റ് ഫോണ്ടൻ്റ് വെച്ചിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ആ പ്രിൻ്റ് എടുക്കണതിൻ്റെ ഒപ്പം തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പേരും കൊടുത്തിട്ട് വേണമെങ്കിൽ സൈഡിലോ അല്ലെങ്കിൽ കേക്ക് ബോർഡിലൊക്കെ കൊടുക്കാം കേട്ടോ. ഒരു ഷീറ്റിൽ തന്നെ എടുക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഇപ്പോൾ ഒരു സ്പൈഡർമാൻ്റെ കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെയും വേറെ എക്സ്ട്രാ വെച്ച് കൊടുക്കാൻ പറയാം കേട്ടോ അവരടുത്ത്. അങ്ങനെ അവർ അറേഞ്ച് ചെയ്ത് തരും. ജസ്റ്റ് ചെറിയൊരു എഡിറ്റിങ്ങും അവർ തന്നെ ചെയ്ത് തരും. മാക്സിമം ഒരു 100 രൂപയൊക്കെ ആവുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ പ്രിൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ വേറെ ഓർഡർ വരുമ്പോൾ സ്പൈഡർമാൻ്റെ തീമൊക്കെ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്ത് വെക്കാൻ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. സ്പേസ് ഉണ്ടെങ്കിൽ ഒരെണ്ണം കൂടി പിക്ചർ എടുക്കാൻ പറയും. അപ്പോൾ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് യൂസ്ഫുൾ ആവില്ല. പിന്നെ ഓരോ കേക്ക് വരുമ്പോഴും പ്രിൻ്റ് എടുക്കണ്ടല്ലോ. ഫോണ്ടൻ്റെ ഒക്കെ സൈഡിൽ കൊടുക്കുന്നുണ്ടെങ്കിലും ലാസ്റ്റ് ടൈമിൽ തന്നെ വെച്ചാൽ മതി, അതാണ് കുറച്ചുകൂടെ സേഫ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നുണ്ട്. ജസ്റ്റ് സ്റ്റാറും ആ ഒരു പേരും തന്നെ കൊടുത്തിട്ടുള്ളൂ. അടുത്ത കേക്ക് വരുന്നതും ഇതുപോലെ തന്നെ ഏകദേശം ഒരു സിമിലാരിറ്റി, ചെറിയ സിമ്പിളായിട്ടൊരു ഫോണ്ടൻ വർക്ക് കൂടെ കൊടുക്കുന്നുണ്ട്. ഇത് കോക്കോമിലൻ്റെ ഒരു തീമാണ് കേട്ടോ. ഇത് 1 kg വരുന്ന കേക്കാണ്. 6 ഇഞ്ചിൽ ടോളായിട്ട് ചെയ്തേക്കണാണ് കേട്ടോ. അപ്പോൾ 6 ഇഞ്ചിൽ ചെയ്യുമ്പോൾ ടോട്ടൽ നമുക്ക് 5 അല്ലെങ്കിൽ 6 ലെയർ ആക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടി ഒരു ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. എന്നിട്ട് ഇതേപോലെ ക്രം കോട്ട് ചെയ്തതിന് ശേഷം ക്രീം വെച്ചിട്ട് കവർ ചെയ്യുക. അതിന് ശേഷമാണ് നമ്മൾ കളർ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ക്രം കോട്ട് ചെയ്തിട്ട് പിന്നെ കൊടുക്കുന്ന ഒരു ക്രീമിൽ ഫുള്ളായിട്ട് കളർ കൊടുക്കണം എന്നില്ല. കഴിക്കുമ്പോഴായാലും നല്ലത് അതാണല്ലോ. അപ്പോൾ അല്ലെങ്കിൽ ഒരുപാട് കളറും വേണ്ടി വരും. ഏത് രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും അതാണ് നല്ലത്. എപ്പോഴും ഞാൻ കളർ കൊടുക്കുന്നത് അങ്ങനെ തന്നെയാണ്. ആദ്യം ഒന്ന് വൈറ്റ് വെച്ചിട്ട് തന്നെ പ്ലെയിൻ ക്രീമിൽ തന്നെ കൊടുത്തതിന് ശേഷം വളരെ കുറച്ച് ക്രീം എടുത്തിട്ട് നമ്മൾ കളർ മിക്സ് ചെയ്താൽ മതി. അതൊരു ഔട്ടർ ലെയർ പോലെ കൊടുക്കുക കേട്ടോ. ഇതേപോലെ കണ്ട വളരെ തിന്നായിട്ട് കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ അത് ഭയങ്കര ഡാർക്കൊന്നുമല്ല കൊടുക്കണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കളർ മതി. അപ്പോൾ പ്രത്യേകിച്ച് ഇതൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും കുട്ടികളല്ല കഴിക്കണത്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ തന്നെ വിചാരിച്ചിട്ട് അങ്ങനെ കൊടുത്താൽ മതിട്ടോ. ഒരുപാട് കളേഴ്സ് വേണ്ട. പിന്നെ അതിൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റും ബ്ലൂവും, ഫുള്ളായിട്ട് ബ്ലൂ അല്ല, വൈറ്റും ബ്ലൂവും ഒന്ന് മിക്സ് ആയിട്ട് വരുന്ന ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, അങ്ങനെയാണ് കൊടുക്കണത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ക്രീമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ടോപ്പിലും ഇതുപോലെ കൊടുത്തിട്ട്
പിന്നെ നമുക്ക് വൈറ്റും ഇതും വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുത്തതിന് ശേഷം കുറച്ചും കൂടിയും വൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ മിക്സ് ആയിട്ട് വരുന്നൊരു ഷെയ്ഡ് കിട്ടും. അങ്ങനെ തന്നെ ഉണ്ട് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ കവർ ചെയ്തതിന് ശേഷം കുറച്ച് ക്രീം ഒന്ന് വൈറ്റ് കളറിൽ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് ഫിനിഷിങ് ചെയ്തെടുക്കുക. ഇതിൽ സൈഡ് ഫുള്ളായിട്ട് ഫിനിഷിങ് ചെയ്തിട്ട് ടോപ്പിൽ നമ്മൾ നേരത്തെ ചെയ്തില്ലേ പാലറ്റ് നൈഫ് വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് അതുപോലെയാണ് കൊടുക്കണത് കേട്ടോ. ഈ ഒരു കേക്ക് കൊക്കോമിലുണ്ട തീമിലാണ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ട് ഏതാണ് പ്രിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുക്കുക. കൊക്കോമിലിൽ തന്നെ പല തീമിൽ തന്നെ പല പല ഡിസൈൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കുക. ഒരു വാട്ടർ മെലണും ബോയും ഒക്കെ ഇല്ലേ, അപ്പോൾ അത് കൊടുക്കുക കേട്ടോ. ഒരുപാട് തീംസ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കേക്ക് ചെയ്തതിന് ശേഷമാണ് കാർട്ടൂണിൽ ഇത്രയ്ക്ക് കഥാപാത്രങ്ങൾ. കോക്കോമെലനൊക്കെ കോമൺ ആണ്, പക്ഷെ അതല്ലാത്ത കുറേ തീംസൊക്കെ ഇടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പഠിച്ചതും അങ്ങനെയാണ്. ഇത്രയും തീമുകളുണ്ടല്ലോ. പിന്നെ ഗൂഗിൾ ഉള്ളതുകൊണ്ട് പിന്നെ സെർച്ച് ചെയ്ത് നോക്കുക, ഫോട്ടോസ് എടുക്കുക, പ്രിൻ്റ് എടുക്കുക, അതല്ലേ ഉള്ളൂ. അപ്പോൾ അത് കാരണം കുറച്ചും കൂടി ആദ്യത്തേക്കാളൊക്കെ കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പോൾ ഇത് സൈഡിലാണ് കൊടുക്കണത്. ഞാൻ പറയാം, സൈഡിൽ കൊടുക്കാനുള്ള ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക, ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ടോപ്പിൽ വെക്കാനുള്ളതിൽ നമ്മളൊരു സ്ക്യൂർ എന്തെങ്കിലും എടുത്തിട്ട് ഒന്ന് ബാക്കിലൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് കേട്ടോ സൈഡിൽ ഇത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ടോപ്പിൽ ചെയ്യാനെന്നുള്ളതാണ്. പിന്നെ ഇതിൽ സിമ്പിളായിട്ടുള്ള കുറച്ച് ഫൗണ്ടൻ വർക്കുകളുണ്ട്. അപ്പോൾ അത് കസ്റ്റമർ ഡിസൈൻ തന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ ചെയ്യണം കേട്ടോ. ഇതിൽ പിന്നെ ഒരു ഗ്രീൻ കളറാണ് കൊടുക്കണം. സാധാരണ ക്ലൗഡിൻ്റെ ഡിസൈനാണ് വൈറ്റാണ് വരാറുള്ളത്. പക്ഷേ ആ ഡിസൈൻ സെയിം ചെയ്തുകൊണ്ട് തന്നെ അത് ഗ്രീൻ കളറിലാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ഡൗട്ട് വരും, ഇത് ക്ലൗഡ് അല്ലേ എന്നുള്ള ഡൗട്ട് വരും. അപ്പോൾ ഒരു ഡിസൈൻ കറക്റ്റ് അതുപോലെ തന്നെ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ തന്നെ ഒരു ഗ്രീന് കളറിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ വെച്ചപ്പോൾ ചെറുതായിട്ടൊന്നിങ്ങനെ ചെരിഞ്ഞ്, അപ്പോൾ അതിങ്ങനെ വെച്ച് കൊടുത്തിട്ടാ സൈഡിൽ. ഇനി പേര് നമ്മൾ ആൽഫബറ്റ് കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലൗഡ് വൈറ്റ് ഉണ്ട് കേട്ടോ, വേറെ ഗ്രീൻ താഴെയാണ് വരുന്നത്. അപ്പോൾ അതായതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. റെയിൻബോ ഫോണ്ടന്റിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ. ഫൈനൽ ലുക്ക് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ സിമ്പിളായിട്ട് ഫോണ്ടൻ വർക്കും അതുപോലെ പ്രിന്റ് വെച്ചിട്ട് ചെയ്യാം. ഇതേപോലെ കണ്ടില്ലേ, ഇതിപ്പോൾ നമുക്ക് കുറച്ച് ഫോക്സ് ബോൾസ് റെഡിമെയ്ഡ് മേടിക്കുന്നതാണ്. കഴിഞ്ഞ വീഡിയോയിൽ ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് എവിടെ നിന്നാണ് മേടിക്കാന്നുള്ളത്. നമുക്കിവിടെ കേക്ക് മെറ്റീരിയൽ ഷോപ്പിൽ കിട്ടുന്നുണ്ട് കേട്ടോ. ഇതുപോലത്തെ പല കളർ ബോൾസ് ഉണ്ടാവും. അത് നമ്മൾ വെച്ച് കൊടുക്കുകയാണ്, കഴിക്കാൻ പറ്റണമല്ല. അപ്പോൾ അത് നമുക്ക് ഈസിയാണ്. ഇതുപോലെ തന്നെ ഇതുപോലെ പ്രിൻ്റ് തന്നെയാണ്. ആ ഫുട്ബോളും ആ ഒരു ജേഴ്സി വരുന്നതും പ്രിൻ്റ് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ പ്രിൻ്റ് മാത്രമല്ലാണ്ട് അതിൻ്റെ കൂടെ ഇതിൽ ഡ്രിപ്പും കുറച്ച് നോസിൽ വർക്കാണ് ആ ഗ്രീൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മളുടെ ഐഡിയയിൽ മിക്സഡ് ആയിട്ടും ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു കേക്കിൽ കണ്ട പ്രിന്റ് മാത്രമാണ് ചെയ്തേക്കുന്നത്. പ്രിന്റിൽ ജസ്റ്റ് ആ ഒരു ഫോണ്ടന്റിലാണ് പേര് മാത്രം നമ്മൾ ചെയ്തിട്ടുള്ളൂ, ബാക്കിയൊക്കെ പ്രിന്റാണ് കേട്ടോ. കേക്കിൽ ജസ്റ്റ് നമ്മൾ ആ ഒരു ബ്രഷ് വെച്ചിട്ട് ഒരു ഡിസൈൻ കൊടുത്തിട്ട് പിന്നെ മെജോറിറ്റി ഇതിൽ പ്രിന്റ് തന്നെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈസിയാണ്. ഓർഡേഴ്സ് എടുക്കുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.